മാത്തമാറ്റിക്സ് ഫോക്കസ് ഏരിയ റിവിഷൻ ക്ലാസ്സിലേക്ക് സ്വാഗതം. ട്രിഗണോമെട്രിക് ഫംഗ്ഷൻസ് എന്ന ചാപ്റ്ററിന്റെ ആദ്യ 2 റിവിഷൻ ക്ലാസ്സുകൾ കണ്ടതിന് ശേഷം മാത്രം ഈ 3rd റിവിഷൻ ക്ലാസ് കാണുക. ആദ്യ 2 റിവിഷൻ ക്ലാസ്സിൽ ഒത്തിരി സിമ്പിൾ ആയിട്ടുള്ള ബേസിക് ആയിട്ടുള്ള ട്രിഗണോമെട്രിക് ഫോർമുലാസ് നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. അതിൽ തന്നെ 2nd റിവിഷൻ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്ത സം ആൻഡ് ഡിഫറൻസ് ഫോർമുല വളരെ ഇമ്പോർട്ടന്റ് ആണ്. നിർബന്ധമായും നിങ്ങൾ പഠിച്ചിരിക്കണം. ആ ഫോർമുലാസ് യൂസ് ചെയ്തിട്ടുള്ള പ്രോബ്ലംസ് ഇന്ന് വീണ്ടും നമ്മൾ ഡിസ്കസ് ചെയ്യും. ഒപ്പം 1-2 പുതിയ ഫോർമുലാസ്. ഇന്ന് നമ്മൾ ആദ്യം ഡിസ്കസ് ചെയ്യുന്നത് മൾട്ടിപ്പിൾ ആംഗിൾ ഫോർമുല ഉപയോഗിച്ചിട്ടുള്ള കുറച്ച് പ്രോബ്ലംസ് ആണ്. അപ്പോൾ എന്തൊക്കെയാണ് മൾട്ടിപ്പിൾ ആംഗിൾ ഫോർമുലാസ് എന്ന് അറിയണം. കാണാതെ പഠിച്ചേ പറ്റൂ. വേറെ ഒരു ഷോർട്ട് കട്ടുമില്ല. നിർബന്ധമായി നിങ്ങൾ അറിഞ്ഞിരിക്കണം. അത് ഫസ്റ്റ് ഇയർ മാത്രമല്ല, സെക്കൻഡ് ഇയറും നിങ്ങൾക്ക് ഉപകാരപ്പെടും. ഓക്കെ, തുടങ്ങിക്കോളൂ. സൈൻ 2x മൾട്ടിപ്പിൾ ആംഗിൾ സൈൻ 2 into x. അതുകൊണ്ടാണ് മൾട്ടിപ്പിൾ ആംഗിൾ ഫോർമുല എന്ന് പറയാൻ കാരണം. സൈൻ 2x ഈക്വൽ ടു 2 sin x cos x. Sin 2x equal to another formula 2 tan x by 1 plus tan square x. Next, cos 2x ന് 4 ഫോർമുല ഉണ്ട്. ഫസ്റ്റ് വൺ cos square x minus sin square x. Next 1 minus 2 sin square x. Next 2 cos square x minus 1. One more formula cos 2x equal to 1 minus tan square x by 1 plus tan square x. അത് ഇവിടെ വലിയ ഉപയോഗമില്ല, അതുകൊണ്ടാണ് ഞാൻ അവിടെ എഴുതാത്തത്. +2 പല സ്ഥലത്ത് നമ്മൾ ആ റിസൾട്ട് യൂസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ sin 2x ന് 2 ഫോർമുല, cos 2x ന് 4 ഫോർമുല. അഗൈൻ tan 2x 2 tan x by 1 minus tan square x. ശ്രദ്ധിക്കുക, tan 2x എന്താണ്? 2 tan x by 1 minus tan square x. 2 tan x by 1 plus tan square x ആകുമ്പോൾ അതെന്തായി മാറും? sin 2x. അതുകൊണ്ടാണ് ശ്രദ്ധിക്കണമെന്ന് പറയാൻ കാരണം. ഇത്രയും 2x-മായിട്ടുള്ള മൾട്ടിപ്പിൾ ആംഗിൾ ഫോർമുലാസ്. Then sin 3x is equal to 3 sin x minus 4 sin cube x. Cos 3x 4 cos cube x minus 3 cos x. Finally tan 3x 3 tan x minus tan cube x by 1 minus 3 tan square x. നിർബന്ധമായും പഠിച്ചേ പറ്റൂ. വേറെ ഷോർട്ട് കട്ടുകളൊന്നുമില്ല. എപ്പോഴും നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നതാണ്. ഓക്കെ, ക്വസ്റ്റ്യൻ, ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ, ഹയർ സെക്കൻഡറി ക്വസ്റ്റ്യൻ. ഷോ ദാറ്റ് cos 4x equal to 1 minus 8 sin square x into cos square x എന്ന് പ്രൂവ് ചെയ്യണം. നമുക്ക് പ്രൂവ് ചെയ്യാനുള്ള ലെഫ്റ്റ് ഹാൻഡ് സൈഡ് എന്താണ്? cos 4x ഞാൻ എടുത്തെഴുതി. നമുക്ക് എന്തിന്റെ ഫോർമുല അറിയാം? cos 2x അറിയാം, cos 3x അറിയാം, പക്ഷെ 4x അറിയത്തില്ല. പക്ഷേ 4x നമുക്കിത് ഇങ്ങനെ എഴുതിക്കൂടെ? cos 2 into 2x എന്ന് എഴുതാമോ? എഴുതിക്കൂടെ? 2 into 2x എന്ന് പറഞ്ഞാൽ എന്ത് തന്നെയാണ്? 4x തന്നെയാണ്. So which is equal to cos 2 into x. ഈ ബ്രാക്കറ്റിനകത്തിരിക്കുന്ന മൊത്തം x എന്ന് വിചാരിച്ചാൽ എങ്ങനെയായി? cos 2x. അപ്പോൾ ഏത് ഫോർമുല അപ്ലൈ ചെയ്യണം? മനസ്സിലേക്ക് ഒരുപാട് ഫോർമുലകൾ വരും. അറിയാമെങ്കിലേ വരത്തുള്ളൂ കേട്ടോ. cos 2x ന് എത്ര ഫോർമുല ഉണ്ട്? 4 ഫോർമുല മൊത്തം ഉണ്ട്. അതിലേത് അപ്ലൈ ചെയ്യും? അവിടെയാണ് വിഷയം. അവിടെയാണ് ട്രിഗണോമെട്രി ബുദ്ധിമുട്ടാകുന്നത്. ഏത് ഫോർമുല അപ്ലൈ ചെയ്യും? നമുക്ക് പ്രൂവ് ചെയ്യാനുള്ളത് എന്താണ്? 1 മൈനസ് സംതിങ്. cos 2x ൽ 1 മൈനസ് സംതിങ് എന്നിരിക്കുന്ന ഫോർമുല ഈ ഫോർമുല. സോ വി ഹാവ് ടു യൂസ് ദിസ് ഫോർമുല. സോ cos 2x equal to എന്താണ് ഫോർമുല? 1 മൈനസ് 2 sin square x. 1 മൈനസ് 2 sin square x. x ന്റെ പ്ലേസിൽ എന്താണ്? 2x. കഴിഞ്ഞു. which is equal to 1 minus 2. What is sin 2x? We have to find sin square 2x. For that നമുക്കറിയാം sin 2x ന് 2 ഫോർമുല ഉണ്ട്. അതിലേത് യൂസ് ചെയ്യണം? നമുക്ക് sin x നും cos x നുള്ള ആൻസർ അല്ലേ വേണ്ടത്. സോ ഫസ്റ്റ് ഫോർമുല യൂസ് ചെയ്യുക. sin 2x ന്റെ പ്ലേസിൽ 2 sin x into cos x എന്ന് എഴുതിക്കൂടെ? എഴുതാം. നമുക്ക് വേണ്ടത് sin square 2x. sin 2x എഴുതി, അതിന്റെ സ്ക്വയർ which is equal to 1 minus 2 square എന്ത് കിട്ടും? 4. 4 into 2 എന്താണ്? 8. sin x into cos x അതിന്റെ സ്ക്വയർ എന്ത് കിട്ടും? sin square x into cos square x, which is the right hand side. ശരിയാണോ നോക്കുക. 1 minus 8 sin square x into cos square x എന്ന് കിട്ടി. വളരെ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഈ 2 റിസൾട്ടും ഉപയോഗിക്കേണ്ട സമയത്ത് ഉപയോഗിച്ചാൽ. ഓക്കെ, ക്വസ്റ്റ്യൻ, another important question. Show that cos 6x equal to 32 cos raised to 6x minus 48 cos raised to 4x plus 18 cos square x minus 1. ഒരു വലിയ സംഗതിയാണ്, പേടിക്കൊന്നും വേണ്ട, എളുപ്പമാണ്. സോ വീണ്ടും പ്രൂവ് ചെയ്യാൻ വേണ്ടി എന്ത് ചെയ്യുന്നു? ലെഫ്റ്റ് ഹാൻഡ് സൈഡ് എടുത്തെഴുതി. which is equal to cos 6x ആണ് നമുക്ക് സിംപ്ലിഫൈ ചെയ്യേണ്ടത്.
നമുക്ക് 2x അറിയാം, 3x അറിയാം. സോ cos 6xനെ cos 2 into 3x എന്ന് എഴുതിക്കൂടെ? 2 into 3x എന്താണ്? 6x അല്ലേ? സോ cos 6xനെ ഇങ്ങനെ എഴുതാം. അപ്പൊ ചിലർ ചോദിക്കും ഇങ്ങനെ എഴുതാവൂന്ന്. അല്ല, തിരിച്ചു എഴുതാം. cos 3 into 2x എന്ന് എഴുതാം. പക്ഷെ അങ്ങനെ എഴുതിയാൽ സിംപ്ലിഫിക്കേഷൻ കുറച്ച് പണി കിട്ടും. അതുകൊണ്ട് ഇങ്ങനെ എഴുതുന്നതാണ് ബെറ്റർ. എങ്ങനെ എഴുതിയാലും ആൻസറിലേക്ക് എത്താൻ പറ്റും. ഓക്കെ, സോ വിച്ച് ഈസ് ഈക്വൽ ടു cos 2x. ഇത് x എന്ന് വിചാരിക്കുക. അപ്പൊ ഏത് ഫോർമുല അപ്ലൈ ചെയ്യണം? 4 ഫോർമുല ഉണ്ട് cos 2xന്. അതിലേത് അപ്ലൈ ചെയ്യണം? നമുക്ക് പ്രൂവ് ചെയ്യാനുള്ളതിൽ എല്ലാം കോസിന്റെ ടേം ആണ്. സോ കോസ് മാത്രമുള്ള cos 2xന്റെ ഫോർമുല ദാറ്റ് ഈസ് ദിസ് വൺ. cos 2x equal to 2 cos square x minus 1. അത് അപ്ലൈ ചെയ്യണം. എന്ത് കിട്ടും? 2 cos square x. xന്റെ പ്ലേസിൽ എന്താണ്? 3x minus 1. പിടിയിട്ട് കാണും. cos 2x ഈ ഫോർമുല യൂസ് ചെയ്തു. ഇവിടെ xന്റെ പ്ലേസിൽ എന്ത് കൊടുത്തു? 3x. which is equal to കഴിഞ്ഞില്ല 2 into cos 3x ന്റെ സ്ക്വയർ. അതാണ് cos square 3x. അപ്പൊ cos 3x എന്താണ്? വീണ്ടും ഫോർമുല cos 3x നിങ്ങൾക്കറിയാം. പറഞ്ഞോ? 4 cos cube x minus 3 cos x the whole square. അത് മറക്കരുത്. 2 ഔട്ട്സൈഡ് എഴുതി cos 3x ന്റെ ഫോർമുല എഴുതിയ ശേഷം സ്ക്വയർ ചെയ്തു. minus 1 ഈ ഔട്ട്സൈഡ് ഉള്ള മൈനസ് അതുപോലെ എഴുതണം. ഓക്കെ, which is equal to 2 into ഇതെന്താണ്? a minus b the whole square. s square ആദ്യത്തെ സ്ക്വയർ 16 cos ക്യൂബിന്റെ സ്ക്വയർ cos raised to 6x 9 അല്ല x raised to m the whole raised to n x raised to m into n പവേഴ്സ് മൾട്ടിപ്ലൈ ചെയ്യണം. സോ cos ക്യൂബ് the whole square cos raised to 6x s square minus 2 into a into b. 2 into 4 8 8 into 3 24 കോൺസ്റ്റൻസ് മൾട്ടിപ്ലൈ ചെയ്തു. എ ബി പിന്നെ എന്താണ്? ഇത് ഇൻറ്റു ഇത് കോസ് ക്യൂബും കോസ് എക്സും മൾട്ടിപ്ലൈ ചെയ്താൽ കോസ് റൈസ് ടു 4x. എന്താണ് ഫോർമുല? മൈനസ് 2 a into b. ഇവ തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്ത് എഴുതി അത്രേ ഉള്ളൂ. പ്ലസ് ബി സ്ക്വയർ ഇവന്റെ സ്ക്വയർ 9 കോസ് സ്ക്വയർ എക്സ്. ശരിയല്ലേ? ഔട്ട്സൈഡ് ഉള്ള മൈനസ് 1 ഇപ്പോൾ ബ്രാക്കറ്റ് ക്ലോസ് ചെയ്തിട്ട് എഴുതാവൂ. കാരണം ഇതുവരെയാണ് എന്ത് കോമൺ ആയിട്ടുള്ളത്? 2 ഉള്ളത്. അതുകൊണ്ട് ഇവിടെ ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുക. ഔട്ട്സൈഡ് എന്ത് എഴുതുക? -1. ആൻസറിലേക്ക് എത്തി. 2 into 16 32 cos raised to 6x minus 2 into 24 48 cos raised to 4x. Next 2 into 9 plus 18 cos square x minus 1. അത് വെളിയിലുള്ളത്. അവിടെ 2 മൾട്ടിപ്ലൈ ചെയ്യേണ്ട ആവശ്യം ഇല്ല. which is the right hand side ആണോ എന്ന് നോക്കുക. Question: show that sin square 6x minus sin square 4x equal to sin 2x into sin 10x എന്ന് പ്രൂവ് ചെയ്യണം. ഓക്കെ, വീണ്ടും ഞാൻ ലെഫ്റ്റ് ഹാൻഡ് സൈഡ് എടുത്തു. സൈൻ സ്ക്വയർ 6x മൈനസ് സൈൻ സ്ക്വയർ 4x. ലെഫ്റ്റ് ഹാൻഡ് സൈഡ് എങ്ങനെ ഇരിക്കുന്നു? എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ ദാറ്റ് ഈസ് എ പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബി എന്ന് എഴുതാം. അപ്പൊ എ പ്ലസ് ബി സൈൻ 6x പ്ലസ് സൈൻ 4x ഇൻറ്റു എ മൈനസ് ബി സൈൻ 6x മൈനസ് സൈൻ 4x എന്ന് എഴുതാം. ഇവിടെ എന്താണ്? സൈൻ എ പ്ലസ് സൈൻ ബി എന്ന ഫോമിൽ ഇന്നലെ പഠിപ്പിച്ചു, കഴിഞ്ഞ ക്ലാസ്സിൽ പഠിപ്പിച്ചു. എസ് പ്ലസ് എസ് സൈൻ എ പ്ലസ് സൈൻ ബി ഈക്വൽ ടു എന്താണ് ഫോർമുല? 2SC. ആദ്യത്തെ ആംഗിൾ a പ്ലസ് ബി ബൈ 2, രണ്ടാമത്തെ ആംഗിൾ a മൈനസ് ബി ബൈ 2. കഴിഞ്ഞ എപ്പിസോഡ് കണ്ടാൽ ബുദ്ധിമുട്ടില്ല. എസ് പ്ലസ് എസ് ഈക്വൽ ടു 2S സൈൻ ആംഗിൾ ആഡ് ചെയ്യുക. 6x ഉം 4x ഉം 10x അതിന്റെ പകുതി 5x. 2SC C മീൻസ് കോസ്. അടുത്ത് ആംഗിൾ സബ്ട്രാക്ട് ചെയ്യുക, then dividing by 2. 6x ന്ന് 4x കുറച്ച 2x അതിന്റെ പകുതി x. കഴിഞ്ഞു. അടുത്ത് സൈൻ എ മൈനസ് സൈൻ ബി എസ് മൈനസ് എസ് എന്താണ് ഫോർമുല? 2CS 2 cos ആദ്യത്തെ ആംഗിൾ കൂട്ടുക, പകുതി എടുക്കുക. 6x ഉം 4x ഉം 10x അതിന്റെ പകുതി 5x. 2CS സൈൻ കുറയ്ക്കുക, ആംഗിൾ കുറയ്ക്കുക, പകുതി എടുക്കുക, x കിട്ടും. എന്തറിയണം? ഈ രണ്ട് ഫോർമുലയും അറിയണം. which is equal to ഒരു ചെറിയ അഡ്ജസ്റ്റ്മെന്റ്. ഒരേ ടൈപ്പ് ആംഗിൾ ഉള്ളത് അടുത്തടുത്ത് എഴുതുന്നു. സൈൻ 5x ആ 5x ഉള്ള വേറൊരു ആംഗിൾ ഇതായിരുന്നു cos 5x. അത് ഒരുമിച്ച് ഞാൻ എഴുതി. ഇൻറ്റു ആയതുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഓർഡർ മാറ്റി എഴുതിയാലും കുഴപ്പമൊന്നുമില്ല. നെക്സ്റ്റ് ഈ 2 അതുപോലെ എഴുതി, ഈ സൈൻ എക്സ് എഴുതി, ഈ cos 5x ഞാൻ ഇങ്ങോട്ട് എഴുതി. അടുത്ത് ഇവിടെ എന്തുകൊണ്ട്? ഈ cos x അങ്ങോട്ട് എഴുതി. which is equal to ഈ രണ്ടാമത്തെ ടേം നിങ്ങൾ നോക്കുക. 2 sin x cos x that is എന്താണ്? 2 sin x cos x ന്റെ പ്ലേസിൽ എന്ത് കൊടുക്കാം? sin 2x. ശരിയല്ലേ? അങ്ങനെയാണെങ്കിൽ ഇതെന്താണ്? 2 sin x into cos x. അതേ ഫോർമുലയാണ് ഇവിടെയും വരുന്നത്. പക്ഷെ എക്സിന്റെ സ്ഥാനത്ത് എന്തിരിക്കുന്നു? 5x. അപ്പോൾ എന്ത് കിട്ടും? sin
നമുക്കറിയാം 2 sin x cos x sin 2 into x 2 into 5x that is 10x. കഴിഞ്ഞില്ലേ? Which is the right hand side. We have to put next question, simple question. Show that sin x minus sin 3x whole divided by sin square x minus cos square x equal to 2 sin x. ഇത് പ്രൂവ് ചെയ്യുന്നതിന് വേണ്ടി ലെഫ്റ്റ് ഹാൻഡ് സൈഡ് എടുത്തെഴുതുക. ഒപ്പം ചെറിയ ഒരു അഡ്ജസ്റ്റ്മെന്റ് കൂടെ. ന്യൂമറേറ്ററിൽ നിന്ന് ഒരു മൈനസ് കോമൺ ആയിട്ട് ഞാൻ ഔട്ട്സൈഡ് എടുക്കുന്നു. മൈനസ് കോമൺ ആയിട്ട് ഔട്ട്സൈഡ് എടുത്താൽ ഇതെന്താവും? പ്ലസ് സൈൻ 3x. നെക്സ്റ്റ് ഇതെന്താവും? ഒരു മൈനസ് എടുക്കുകയാണ് ഈ ടേമിൽ നിന്ന് ഈ ടേമിൽ നിന്നും. ഇവിടെ നിന്ന് മൈനസ് എടുത്താൽ പ്ലസ് സൈൻ 3x. ഇതിൽ നിന്ന് മൈനസ് ഔട്ട്സൈഡ് എടുത്താൽ മൈനസ് സൈൻ x. ഇത് എഴുതാൻ റീസൺ ആദ്യം ഈ ലാർജർ ആംഗിൾ വന്നാൽ സിംപ്ലിഫിക്കേഷൻ കുറച്ച് ഈസി ആകും, അത്രമാത്രം. ഹോൾ ഡിവൈഡഡ് ബൈ ഡിനോമിനേറ്ററിൽ നിന്നും ഞാൻ ഒരു മൈനസ് കോമൺ ആയിട്ട് ഔട്ട്സൈഡ് എടുക്കുന്നു. അപ്പൊ മൈനസ് ഔട്ട്സൈഡ് എടുക്കുമ്പോൾ ഇതെന്താവും? പ്ലസ് കോസ് സ്ക്വയർ എക്സ്. ഇവിടെ മൈനസ് ഔട്ട്സൈഡ് എടുക്കുമ്പോൾ മൈനസ് സൈൻ സ്ക്വയർ എക്സ്. ഇവിടെ എന്തിനാണ് ഞാൻ മൈനസ് ഔട്ട്സൈഡ് എടുത്തത്? മൈനസ് ഔട്ട്സൈഡ് എടുക്കുമ്പോൾ കിട്ടുന്ന ഈ സംഗതി ഒരു സ്റ്റാൻഡേർഡ് ഫോർമുലയാണ്. നിങ്ങൾക്കറിയാം, അറിയണം. എന്താണ് ഫോർമുല? കോസ് സ്ക്വയർ എക്സ് മൈനസ് സൈൻ സ്ക്വയർ എക്സ് എന്ന് പറഞ്ഞാൽ കോസ് 2x ആണ്. അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നതിന് വേണ്ടിയാണ് ഒരു മൈനസ് ഡിനോമിനേറ്ററിൽ നിന്ന് ഔട്ട്സൈഡ് എടുത്തത്. നൗ മൈനസും മൈനസും ക്യാൻസൽ ചെയ്തു. ന്യൂമറേറ്ററിൽ നമ്മുടെ സ്റ്റാൻഡേർഡ് ഫോർമുല സൈൻ എ മൈനസ് സൈൻ ബി എസ് മൈനസ് എസ്. നിങ്ങൾക്കറിയാം ഫോർമുല. എസ് മൈനസ് എസ് എന്ന് പറഞ്ഞാൽ 2CS. 2C മീൻസ് കോസ്. ആദ്യത്തെ ആംഗിൾ എ പ്ലസ് ബി ബൈ 2. ഇവ തമ്മിൽ ആഡ് ചെയ്യുക, then ഡിവൈഡിംഗ് ബൈ 2. 3x ഉം x ഉം ആഡ് ചെയ്താൽ 4x. അവന്റെ പകുതി 2x. ജസ്റ്റ് അത്രമാത്രം എഴുതിയാൽ മതി. സോ s മൈനസ് എസ് 2CS. s എന്ന് പറഞ്ഞാൽ ഇൻറ്റു സൈൻ. നെക്സ്റ്റ് ആംഗിൾ എന്താണ്? a മൈനസ് ബി ബൈ 2. ഒത്തിരി പ്രാവശ്യം നമ്മൾ ഡിസ്കസ് ചെയ്തു. a മൈനസ് ബി 3x ൽ നിന്ന് x സബ്ട്രാക്ട് ചെയ്താൽ 2x. അതിന്റെ പകുതി 2x ബൈ 2. 2 ക്യാൻസൽ ചെയ്താൽ x എന്ന് കിട്ടും. ജസ്റ്റ് സൈൻ x എന്ന് കിട്ടും. ഹോൾ ഡിവൈഡഡ് ബൈ ഡിനോമിനേറ്റർ എന്താണ്? സ്റ്റാൻഡേർഡ് ഫോർമുല cos 2x. സംഗതി കഴിഞ്ഞു. cos 2x ക്യാൻസൽ ചെയ്യുക. equal to എന്ത് കിട്ടി? 2 sin x, which is the right hand side we have to prove. സംഗതി ശരിയല്ലേ? ഫോർമുല അറിയാമെങ്കിൽ പുഷ്പം പോലെ ചെയ്യാം. Next question, simple question. Show that sin 5x minus 2 sin 3x plus sin x whole divided by cos 5x minus cos x equal to tan x. Again, ഇത് പ്രൂവ് ചെയ്യുന്നതിന് വേണ്ടി ലെഫ്റ്റ് ഹാൻഡ് സൈഡ് കൺസിഡർ ചെയ്യുക. ഒപ്പം ഒരു ചെറിയ അഡ്ജസ്റ്റ്മെന്റ് കൂടെ. സൈൻ 5x അതുപോലെ എഴുതി. ഇവ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഇന്റർചേഞ്ച് ചെയ്തു. ഈ പ്ലസ് സൈൻ എക്സ് ഇവിടെ വന്നു, ഇത് അപ്പുറത്ത് പോയി. ഓക്കെ, എന്തിനാണ് അത് ചെയ്തതെന്ന് പിടികിട്ടിയായിരുന്നോ? ഇത് എന്താണ്? എസ് പ്ലസ് എസ് എന്ന ഫോർമുല ആക്കുന്നതിന് വേണ്ടി സൈൻ എ പ്ലസ് സൈൻ ബി എന്ന ഫോർമുല അപ്ലൈ ചെയ്യണമെങ്കിൽ ഈ ഫോർമാറ്റിൽ എഴുതേണ്ടതുണ്ട്. അതുകൊണ്ട് ആ ഒരു ചെറിയ അഡ്ജസ്റ്റ്മെന്റ് ഓർത്തിരിക്കുക. ഹോൾ ഡിവൈഡഡ് ബൈ ഡിനോമിനേറ്റർ നോ ചേഞ്ച് ഈക്വൽ ടു. ഇപ്പൊ സൂചിപ്പിച്ചു ന്യൂമറേറ്ററിൽ ഏത് ഫോർമുല? എസ് പ്ലസ് എസ് സൈൻ എ പ്ലസ് സൈൻ ബി. ഇവിടെ എ എന്ന് പറഞ്ഞാൽ 5x, ബി എന്ന് പറഞ്ഞാൽ x. എസ് പ്ലസ് എസ് എന്താണ് ഫോർമുല? 2s. എസ് മീൻസ് സൈൻ എ പ്ലസ് ബി ബൈ 2. ആംഗിൾ ആഡ് ചെയ്യുക, then ഡിവൈഡിംഗ് ബൈ 2. 5x ഉം x ഉം ആഡ് ചെയ്താൽ 6x. അതിന്റെ ഹാഫ് എന്താണ്? 3x. വെരി സിമ്പിൾ. 2sc. c മീൻസ് എന്താണ്? കോസ്. എന്താണ്? നെക്സ്റ്റ് ആംഗിൾ a മൈനസ് ബി ബൈ 2. ഇവ തമ്മിൽ സബ്ട്രാക്ട് ചെയ്യുക. 5x മൈനസ് x 4x. അതിന്റെ ഹാഫ് ദാറ്റ് ഈസ് 2x. കഴിഞ്ഞു. ന്യൂമറേറ്റർ ശരിയല്ലേ? എന്താണ്? എസ് പ്ലസ് എസ് എന്ന ഫോർമുല അപ്ലൈ ചെയ്തു. മൈനസ് ലാസ്റ്റ് ടേം അതുപോലെ എഴുതുക. മൈനസ് 2 സൈൻ 3x ഹോൾ ഡിവൈഡഡ് ബൈ ഡിനോമിനേറ്റർ അഗൈൻ ഫോർമുല cos a മൈനസ് cos b. c മൈനസ് c. എന്താണ് c മൈനസ് c? മൈനസ് 2s മൈനസ് 2s സൈൻ. s മീൻസ് സൈൻ. ആദ്യത്തെ ആംഗിൾ a പ്ലസ് b ബൈ 2. 5x ഉം x ഉം 6x. അതിന്റെ ഹാഫ് 3x into മൈനസ് 2s again s that means sin. നെക്സ്റ്റ് ആംഗിൾ a മൈനസ് b ബൈ 2. 5x മൈനസ് x 4x. അതിന്റെ ഹാഫ് എന്താണ്? 2x. ഓൾമോസ്റ്റ് കഴിഞ്ഞു. ഈക്വൽ ടു. പല കുട്ടികൾക്കും തെറ്റിദ്ധാരണയുണ്ട്. 2 ക്യാൻസൽ ചെയ്യൂ. sin 3x ക്യാൻസൽ ചെയ്ത് എഴുതും. തെറ്റ്. ഇവിടെ സെന്ററിൽ എന്തുണ്ട്? മൈനസ് ഉണ്ട്.
അല്ലേ? പല കുട്ടികൾക്ക് ഒരുപാട് കൺഫ്യൂഷൻ ഉള്ളതാണ്. എ മൈനസ് ബി ബൈ എ എന്ന് പറഞ്ഞാൽ എയും എയും ക്യാൻസൽ ചെയ്യാൻ പറ്റുമോ? പറ്റത്തില്ല, ഓർത്തിരിക്കുക. സോ ഇവിടെ അങ്ങനെ ക്യാൻസൽ ചെയ്യാൻ പറ്റത്തില്ല. അപ്പൊ എന്താണ് സിംപ്ലിഫിക്കേഷൻ? ന്യൂമറേറ്ററിൽ ഇവിടെ ഒരു 2 sin 3x ഉണ്ട്, ഇതിലും ഒരു 2 sin 3x ഉണ്ട്. ഞാൻ ഒരു 2 sin 3x ഔട്ട് സൈഡ് എടുക്കുന്നു. ഒപ്പം അടുത്ത ഒരു സ്റ്റെപ്പ് നമുക്ക് എളുപ്പം ആകുന്നതിന് വേണ്ടി ഞാൻ ഒരു -2 sin 3x ആണ് ഔട്ട് സൈഡ് എടുക്കുന്നത്. എന്താണ്? ന്യൂമറേറ്ററിൽ നിന്ന് ഒരു -2 sin 3x ഔട്ട് സൈഡ് എടുക്കുന്നു. -2 sin 3x ഔട്ട് സൈഡ് എടുത്താൽ പിന്നെ അവിടെ എന്തുണ്ട്? 1. ഇതിൽ നിന്ന്, അതായത് ഈ ടേമിൽ നിന്ന് -2 sin 3x ഔട്ട് സൈഡ് എടുത്തു. 2 sin 3x പോയി, ഒരു മൈനസും പോയി. പിന്നെ വരുന്നത് എന്താണ്? -cos 2x. സിംപ്ലിഫിക്കേഷൻ പിടികിട്ടി എന്നാണ് എന്റെ വിശ്വാസം. എന്താണ്? ഈ ടേമിൽ നിന്നും ഒരു -2 sin 3x ഔട്ട് സൈഡ് എടുത്തു. ഇവിടെ -2 sin 3x ഔട്ട് സൈഡ് എടുത്താൽ 1. നെക്സ്റ്റ് ഇവിടെ -2 sin 3x ഔട്ട് സൈഡ് എടുത്താൽ -cos 2x ആണ് വരുന്നത്. ഡിവൈഡഡ് ബൈ ഡിനോമിനേറ്റർ -2 sin 3x into sin 2x. തൽക്കാലം അങ്ങനെ എഴുതാം. അതിലൊരു ഫോർമുലയുണ്ട്, അടുത്ത സ്റ്റെപ്പിൽ ചെയ്യാം. ഇപ്പോൾ ഇത് ഇൻറ്റു ഇതെന്നാണ് വന്നത് അല്ലെ? ഇവിടെയും ഇൻറ്റു ആണ്. ഇനി നമുക്ക് ഈ -2 ക്യാൻസൽ ചെയ്യാം. sin 3x sin 3x ക്യാൻസൽ ചെയ്യാം. ഈക്വൽ ടു ന്യൂമറേറ്ററിൽ ഫോർമുല what is 1 - cos 2x. 1 - cos 2x. നിങ്ങൾക്ക് അറിയാമുള്ള ഫോർമുല cos 2x equal to 1 - 2 sin square x. ഇതിൽ നിന്ന് ഈ -2 sin square x ഇപ്പുറത്ത് വരുമ്പോൾ 2 sin square x equal to ഈ അപ്പുറത്ത് പോകുമ്പോൾ 1 - cos 2x എന്ന് കിട്ടും. ശരിയല്ലേ? ആ ഫോർമുലയാണ് ഇവിടെ അപ്ലൈ ചെയ്യേണ്ടത്. 1 - cos 2x ന്റെ പ്ലേസിൽ എന്ത് കൊടുക്കണം? 2 sin square x. സോ ന്യൂമറേറ്ററിൽ എന്താണ്? 2 sin square x ഹോൾ ഡിവൈഡഡ് ബൈ sin 2x. നിങ്ങൾക്കറിയാം എന്താണ് sin 2x? 2 sin x cos x. 2 ക്യാൻസൽ ചെയ്തു, ഒരു sin x ഉം താഴത്തെ sin x ഉം പോയി. sin x by cos x. sin x by cos x എന്താണ്? tan x, which is the right hand side we have to prove. സംഗതി ശരിയല്ലേ? സംഗതി ശരിയാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഹയർ സെക്കൻഡറി ക്വസ്റ്റ്യൻ. ഫൈൻഡ് വാല്യൂ ഓഫ് tan pi by 8. We have to find value of tan pi by 8. ഈ സംഗതിയെ x എന്ന് അസ്യൂം ചെയ്യുക. Let x equal to pi by 8. Now multiplying 2 both sides. രണ്ട് സൈഡും 2 multiply ചെയ്യുക. അപ്പോൾ എന്ത് കിട്ടും? 2x equal to 2 into pi by 8. 2 by 8 താഴെ എന്ത് വരും? 4. pi by 4 എന്ന് വരും. Now 2x equal to pi by 4. നമുക്ക് tan pi by 8 ആണ് കാണേണ്ടത്. അതിനു വേണ്ടി we have to apply the formula we have. എന്താണ്? tan 2x equal to എന്താണ് ഫോർമുല? 2 tan x divided by 1 minus tan square x. ഇനി വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തോ. tan 2x എന്ന് പറഞ്ഞാൽ എന്താണ്? pi by 4 equal to 2 into tan x. 2 into tan x എന്ന് പറഞ്ഞാൽ pi by 8 divided by 1 minus tan square x. x എന്ന് പറഞ്ഞാൽ എന്താണ്? pi by 8. അപ്പോൾ എന്ത് കിട്ടും? tan square pi by 8 എന്ന് കിട്ടും. Now tan pi by 4 എന്ന് പറഞ്ഞാൽ എന്താണ്? 1 equal to ഈ tan pi by 8 ഇതിന്റെ വാല്യൂ ആണ് നമുക്ക് കണ്ടെത്തേണ്ടത്. അതെന്തെന്ന് ഇരിക്കട്ടെ? tan pi by 8 equal to y എന്നിരിക്കട്ടെ. അപ്പോൾ എന്തായി? 2y divided by 1 minus tan pi by 8y. അപ്പൊ tan square pi by 8 എന്ത് കിട്ടും? y square. cos മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 1 minus y square equal to 2y. എല്ലാം ഒരു സൈഡ് കൊണ്ടുപോവാ. ഇത് അപ്പുറത്ത് വരുമ്പോൾ എന്ത് കിട്ടും? പ്ലസ് y square പ്ലസ് 2y. ഇത് റൈറ്റ് ഹാൻഡ് സൈഡ് വരുമ്പോൾ -1 equal to 0. which is a quadratic equation. സോൾവ് ചെയ്യുമ്പോൾ y യുടെ വാല്യൂ കിട്ടും. y equal to -b plus or minus root b square minus 4ac by 2a. ആ ഫോർമുല യൂസ് ചെയ്ത് ഇത് സോൾവ് ചെയ്യുക. a equal to 1, b equal to 2, c equal to എന്താണ്? -1. നിങ്ങൾക്കറിയാം -b. അപ്പൊ എന്ത് കിട്ടും? -2 plus or minus root b square 4 minus 4 into ac. a1 c1 അല്ലേ? അപ്പൊ എന്ത് കിട്ടും? a1 c -1 ആണ്. സോ -1 by എന്താണ്? 2a. 2 into a എന്ന് പറഞ്ഞാൽ 1. So which is equal to -2 plus or minus ഇവിടെ എന്ത് കിട്ടും? √8 എന്ന് കിട്ടും. 4 plus 4 8 √8. √8നെ again നമുക്ക് എങ്ങനെ എഴുതാം? √8നെ
2 into √2 എന്ന് എഴുതാം. ശരിയല്ലേ? 2 into √2 ശരിയല്ലേ? ശരിയാണ്. സോ എന്തെഴുതാം? 2√2 ബൈ എന്താണ് 2. ഇനി ഒരു 2 കൊണ്ട് സ്പ്ലിറ്റ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? -2/2 that is -1 പ്ലസ് ഓർ മൈനസ് 2√2/2. 2 ക്യാൻസൽ ചെയ്താൽ എന്ത് കിട്ടും? √2 എന്ന് കിട്ടും. അതായത് y ഈക്വൽ ടു -1 പ്ലസ് ഓർ മൈനസ് √2 എന്ന് കിട്ടി. y എന്ന് പറഞ്ഞാൽ എന്താണ്? tan π/8. അതായത് tan π/8 ഈക്വൽ ടു എന്താണ്? y. y എന്ന് പറഞ്ഞാൽ രണ്ട് വാല്യൂസ് കിട്ടി. അതിൽ ഒരൊറ്റ വാല്യൂ മാത്രമേ നമ്മുടെ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നുള്ളൂ. അതേതാണ്? ആദ്യത്തെ വാല്യൂ -1 മൈനസ് √2. രണ്ട് സാധ്യതകളുണ്ട്. ഒന്ന് -1 മൈനസ് √2, മറ്റൊന്ന് -1 പ്ലസ് √2. ഇതാണ് y-യിലെ രണ്ട് സാധ്യതകൾ. അതിൽ ഇത് ട്രൂ അല്ല. എന്തുകൊണ്ട്? tan π/8 പൈ മീൻസ് 180 ഡിഗ്രി. 180/8 എന്ന് പറഞ്ഞാൽ ലെസ് ദാൻ 90. അതായത് ഈ ആംഗിൾ എവിടെയായിരിക്കും? ഫസ്റ്റ് ക്വാഡ്രന്റിലായിരിക്കും. tan π/8 അത് എവിടെയായിരിക്കും? ഫസ്റ്റ് ക്വാഡ്രന്റിൽ. ഫസ്റ്റ് ക്വാഡ്രന്റിൽ tan വാല്യൂ എല്ലാ ട്രിഗണോമെട്രിക് ഫംഗ്ഷനും പോസിറ്റീവ് ആണ്. അപ്പോൾ ഈ വാല്യൂ എന്താണ്? നെഗറ്റീവ് വാല്യൂ ആണ്. അത് ട്രൂ അല്ല. അപ്പോൾ ഇതാണ് ട്രൂ ആകാൻ സാധ്യതയുള്ള വാല്യൂ. സോ tan π/8 ഈക്വൽ ടു എന്ത് കൊടുക്കുക? -1 പ്ലസ് √2. വേണമെങ്കിൽ തിരിച്ചെഴുതാം √2 -1 which is the value. ഒരൊറ്റ പ്രാവശ്യം മാത്രമേ എക്സാമിനേഷൻ ചോദിച്ചിട്ടുള്ളൂ. അത്ര ഇമ്പോർട്ടന്റ് ഇല്ല, പ്രത്യേകിച്ച് ഈ വർഷത്തെ പ്രത്യേക സാഹചര്യത്തിൽ. ഇത്രയുമാണ് മൾട്ടിപ്പിൾ ആംഗിൾ ഫോർമുലാസുമായി ബന്ധപ്പെട്ട ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻസ്. ഒരു 3 ഫോർമുലാസ് കൂടെ അറിഞ്ഞിരിക്കുന്നത് നല്ലതാണ്. അത് നമുക്ക് +2 ക്ലാസ്സുകളിൽ പ്രത്യേകിച്ച് ഉപകാരപ്രദമാണ്. +1ലും സപ്ലിമെന്ററി പോർഷനിലെ പ്രോബ്ലംസ് ഡിസ്കസ് ചെയ്യുമ്പോൾ ഈ ഫോർമുലാസ് നമ്മൾ യൂസ് ചെയ്യും. എന്നാൽ സപ്ലിമെന്ററി പോർഷൻ ഈ വർഷം ഫോക്കസ് ഏരിയയിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. അതുകൊണ്ട് ജസ്റ്റ് ആ ഫോർമുലാസ് ഒന്ന് പരിചയപ്പെടുത്തുന്നു. ഹാഫ് ആംഗിൾ ഫോർമുലാസ്. ഫസ്റ്റ് വൺ നിങ്ങൾക്കറിയാം. വി ഹാവ് sin 2x ഈക്വൽ ടു 2 sin x cos x. ആംഗിളിനെ ഹാഫ് കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു. എന്ത് കിട്ടും? /2. ഇവിടെയും /2, ഇവിടെയും /2. ഫോർമുല നമ്പർ 1. 2 ക്യാൻസൽ ചെയ്താൽ എന്ത് കിട്ടും? sin x ഈക്വൽ ടു എന്താണ് ഫോർമുല? 2 sin x/2 ഇൻറ്റു cos x/2. ഇപ്പോൾ തന്നെ പഠിക്കുക. അടുത്ത വർഷം നമുക്ക് ഒത്തിരി സ്ഥലത്ത് അപ്ലൈ ചെയ്യാൻ സാധിക്കും. sin x ഈക്വൽ ടു 2 sin x/2 ഇൻറ്റു cos x/2. സിമിലർലി ഓൾറെഡി നമ്മളൊരു ഫോർമുല നേരത്തെ ഡെറൈവ് ചെയ്തു. 2 sin square x ഈക്വൽ ടു 1 മൈനസ് cos 2x. അതാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. 2 sin square x ഈക്വൽ ടു 1 മൈനസ് cos 2x. ഇവിടെയും ആംഗിളിന്റെ ഹാഫ് എടുക്കുന്നു. എന്ത് സംഭവിക്കും? പറഞ്ഞോളൂ. 2 sin square x/2 ഈക്വൽ ടു ഇവിടെ 2 ക്യാൻസൽ ചെയ്താൽ 1 മൈനസ് cos x. സോ 1 മൈനസ് cos x, 1 മൈനസ് cos x ഈക്വൽ ടു 2 sin square എന്ത് കിട്ടും? x/2 എന്ന് കിട്ടും. സിമിലർലി ഇവിടെയും ആംഗിൾ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ അനദർ ഫോർമുല 1 പ്ലസ് cos x ഈക്വൽ ടു 1 plus cos x equal to 2 cos square x/2. Most important 3 formulas for the next year. ഈ വർഷം ഈ ഫോർമുല യൂസ് ചെയ്തിട്ടുള്ള പ്രോബ്ലംസ് ഒന്നും ചോദിക്കത്തില്ല. ജസ്റ്റ് ഒന്ന് പരിചയപ്പെടുത്തി എന്ന് മാത്രം. sin x equal to 2 sin x/2 into cos x/2. 1 minus cos x equal to 2 sin square x/2. 1 plus cos x equal to 2 cos square x/2. കഴിഞ്ഞു സംഗതി. ഇത്രയുമാണ് ട്രിഗണോമെട്രിക് ഫംഗ്ഷൻസ് എന്ന ചാപ്റ്ററിൽ പ്രാധാന്യത്തോടുകൂടി നിങ്ങൾ പഠിക്കേണ്ട പ്രോബ്ലംസ്. തീർച്ചയായും ഈ 3 എപ്പിസോഡുകളിൽ നമ്മൾ ഡിസ്കസ് ചെയ്ത പ്രോബ്ലംസ് പഠിച്ചു കഴിഞ്ഞാൽ ഫോക്കസ് ഏരിയയിൽ നിന്ന് ഏത് ക്വസ്റ്റ്യൻ ചോദിച്ചാലും നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ സാധിക്കും. യാതൊരു സംശയവുമില്ല. അതോടൊപ്പം തന്നെ ഈ ചാപ്റ്ററിൽ നമ്മൾ ഡിസ്കസ് ചെയ്ത ആ ബേസിക് ആയിട്ടുള്ള കംപ്ലീറ്റ് ട്രിഗണോമെട്രിക് ഫോർമുലാസും അടുത്ത വർഷം വീണ്ടും നമുക്ക് ആവശ്യമാണ്. സോ ഒരു കാരണവശാലും സ്കിപ്പ് ചെയ്യാൻ പാടില്ലാത്ത ഒരു ചാപ്റ്ററാണ് ട്രിഗണോമെട്രിക് ഫംഗ്ഷൻസ്. ഈ വർഷത്തെ പ്രത്യേക സാഹചര്യത്തിൽ ഡയറക്റ്റ് ആയിട്ടുള്ള സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് മാത്രമേ ഈ ചാപ്റ്ററിൽ നിന്ന് ചോദിക്കത്തുള്ളൂ. സോ തീർച്ചയായും എക്സാമിനേഷന് ഈ ചാപ്റ്ററിൽ നിന്നുള്ള ഏത് ക്വസ്റ്റ്യൻസും നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ സാധിക്കും എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നെക്സ്റ്റ് ക്ലാസ്സിൽ മറ്റൊരു ചാപ്റ്ററുമായി നമുക്ക് വീണ്ടും കാണാം. ടിൽ ദെൻ ബൈ ബൈ.